അങ്ങനെ രാവിലെ തന്നെ പെട്രോൾ അടിച്ച് ഓഫീസിലുള്ളവരെല്ലാവരെയും വിളിച്ചു കൂട്ടി നേരെ വിട്ട് മാമലക്കണ്ടം. അവിടെ കുറച്ച് നേരം ആൽവിൻ്റെ തള്ളും കേട്ട് നിന്നു. പിന്നെ മുമ്പോട്ട് പോയ വഴിക്ക് തൊട്ടടുത്തുനിന്ന് ആനേനെ ഞാൻ മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞ ഊക്കോടായിരുന്നു തുടക്കം. അത് കണ്ടേക്കാലം ഉല്ലാസയാത്രക്ക് വന്ന ടീമിനെ ആൽവിൻ ജോസിനൊപ്പം പോസ് ചെയ്യണം, ഫോട്ടോ എടുക്കണം. പിന്നെ ഫോട്ടോ എടുക്കലായി, പോസ് ചെയ്യലായി, കാര്യങ്ങളായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിടിച്ചത് മൂന്നാറെത്താൻ കുറച്ച് കിലോമീറ്റർ മാത്രം ബാക്കി വെക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നല്ല കോടടി. അത് ആസ്വദിച്ച് നോക്കിയായിരുന്നു. അപ്പം തന്നെ നല്ല മഴയും തുടങ്ങി. പിന്നെ ആൽവിൻ ജോസും ബാക്കി എല്ലാവരും റെയിൻ കോട്ടും വലിച്ചു വരിയിട്ടിരിക്കണം. അഭിനവ് അപ്പം അതാ തൊട്ടാ കീർന്ന് എവിടെ നിന്നോ കിട്ടിയ റെയിൻ കോട്ടായിട്ട് വന്നേക്കണം. പിന്നെ ചായ കുടിയായി, കോടയായി, ബൈക്ക് ഓടിക്കലായി. പിന്നെ മാട്ടുപെട്ടി കഴിഞ്ഞ് ആനേനെ കണ്ടോടെ തുടങ്ങിയില്ല ആൽവിൻ ജോസ്. അജുവിന് കാണാൻ പറ്റാത്ത ആനയാണ് നമ്മൾ ഒന്നിന് പകരം 2 ആനയെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. മാമലക്കണ്ടത്തെ ആനേനെ മിസ്സാക്കി ഇവിടുത്തെ ഞാൻ കണ്ടു. പക്ഷെ ഗജ വിരിച്ച് നിൽക്കുന്ന ആനയെ കണ്ടില്ല. അവിടെ നിന്ന് ബൈക്ക് കൊടുത്ത് നേരെ ടോപ്പ് സ്റ്റേഷൻ പിടിച്ചു.